2016 24,000 വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞത് 2021 അത് 10,000 വോട്ടായിട്ട് കുറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു 10,000 വോട്ട് കൂടെ ഇന്ന് മത്സരിക്കുന്ന ഷോൺ ജോർജ് പിടിച്ചു മാറ്റിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പിടിച്ചു മാറ്റുന്ന വോട്ട് ആർക്കായിരിക്കും പ്രശ്നമുണ്ടാക്കാൻ? ഈ പിടിച്ചു മാറ്റുന്ന വോട്ടുകളെല്ലാം തന്നെ LDFന്റെ വോട്ടുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അത് കോട്ട ഉണ്ടാക്കുന്ന ആർക്കാണ്? ജോസ് കെ മാണിക്കാണ്. കാരണം ഈ UDFന്റെ വോട്ട് ബാങ്ക് അങ്ങനെ ഒരു സമവാക്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ മാണി സി കാപ്പൻ തന്നെ വിജയിക്കും. ആ ഒരു സമവാക്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. കാരണം ഈ പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത് BJP വോട്ട് വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായും BJP വോട്ട് അവർ വർദ്ധിപ്പിക്കുന്നു, പാലയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നു. ആ പോകുന്ന വോട്ടുകളെല്ലാം തന്നെ ആരുടേതാണ്? ഈ പറയുന്ന ജോസ് കെ മാണി അല്ലെങ്കിൽ LDFന്റെ വോട്ടുകളാണ് ഈ പറയുന്ന മാറ്റമുണ്ടായി പോകുന്നത്. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ പാലയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. അത്ഭുതങ്ങളും സംഭവിക്കില്ല, സുഖമായി വിജയിച്ചു പോകും. എനിക്ക് തോന്നുന്നു എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിൽ ഇപ്പോ 10,000 വോട്ടുകൾ ഷോൺ ജോർജ് അധികം വാങ്ങിച്ചു വന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും അവിടെ LDFന് ഉണ്ടാകുന്ന ഒരു ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 54,000-നും 55,000-നും ഇടയ്ക്കുള്ളൊരു ടോട്ടൽ വോട്ടുകളാണ് അവിടെ LDFനുള്ളത്. LDFന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് വോട്ടുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും ഒരു 10,000 വോട്ടുകൾ കൂടി മാറിപ്പോവുകയാണ്. 5,000 വോട്ടുകൾ മാറി രണ്ട് പാർട്ടിയിൽ നിന്നും 5,000 വോട്ടുകൾ കൂടി മാറി വരികയാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും 10,000 വോട്ടിന് തീർച്ചയായിട്ടും